താമസിക്കുന്നത്. ചേച്ചി എത്ര പേരാണ് വീട്ടിൽ? 6 പേരാണ്. 6 പേരാണ്. എന്തൊക്കെയാണ് എല്ലാവരും ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്? ഒരു വീട്ടില് ഇതാകെ ഒരു വീടേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് 2 പേര് മാറി നിൽക്കുന്നു. ഞാനും എൻ്റെ 4 പിള്ളേരും 5 പിള്ളേരും ഞാനും ഇവിടെ നിൽക്കുന്നുണ്ട്. 2 ആൾ മാറി നിൽക്കുന്നുണ്ട്, പെണ്ണും കെട്ടിക്ക് കുടുംബമായിട്ട്. അതുകൊണ്ട് കക്കൂസും ഇല്ല, എനിക്ക് കറണ്ടില്ല, എൻ്റെ വീട് തികച്ചും പൊളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ആ വീട്ടിലാണ് എൻ്റെ പിള്ളേർ ഞാനിട്ട് താമസിക്കുന്നത്. മഴ 2 മഴ വരുമെന്ന് വെച്ചാൽ ആകെ തമർന്നനെ. ഞാൻ കുട്ടികളും കൊണ്ട് ഇവിടെ പോകാൻ പറ്റുന്ന സ്ഥലവും ഒരാളെ വീട്ടിൽ പോകാനും ഞമ്മക്ക് പറ്റൂല. ഇന്നിപ്പോൾ ഒരു ദിവസം നമ്മൾ നിർത്തും, നാളെ നമ്മൾ വേറെ പോകണ്ടേ. ഇക്കന്നിപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങിയിട്ട് ഒഴിവാക്കി കൊടുക്കണ്ടേ, നമ്മളെ സ്വന്തം വീടല്ല. അതുകൊണ്ട് എനിക്ക് വീടും വേണം, കക്കൂസും വേണം, കറണ്ടും വേണം. അപ്പോൾ പെൺമക്കളടക്കമുള്ള ഒരു വീടും കൂടിയാണ് ഇത്. അവർക്ക് ഒരു കക്കൂസ് പോലും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കരണ്ടും ഇല്ല, കക്കൂസും ഇല്ല. അല്ലെങ്കിൽ അവർ പ്രാഥമിക ആവശ്യങ്ങൾക്ക് നിർവഹിക്കാനൊക്കെ പുറത്താണ് അല്ലെങ്കിൽ പുറമെയാണ് പോകുന്നതെന്നാണ് ഇവർ തന്നെ പറഞ്ഞിരിക്കുന്നത്. കാരണം പെൺകുട്ടികളുണ്ട്, പ്രായപൂർത്തിയായ പെൺകുട്ടികളുണ്ട്, സ്ത്രീകളൊക്കെ ഉണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി യാതൊരുവിധ പ്രവർത്തനം നടന്നിട്ടില്ല. കാരണം വീട്ടിൽ കറണ്ടില്ല, ശൗചാലയമില്ല, വെള്ളമില്ല. അങ്ങനെ പൂർണ്ണമായും താറുമാറായ അവസ്ഥ. ജീവിക്കുന്ന സാഹചര്യം വളരെ ദുഷ്കരമായി തന്നെയാണ് ഈ 4 സെന്റ് ഉന്നതിയിലെ പല ആളുകളും ഇപ്പോൾ ജീവിച്ചു പോകുന്നത് എന്നാണ് നമുക്ക് ഇവിടെ നിന്നുള്ള നേർക്കാഴ്ചയിൽ വ്യക്തമാക്കാനുള്ളത്. തൊഴിലുറപ്പിന്റെ മെറ്റീരിയൽ കോസ്റ്റ് വെച്ചിട്ട് സ്വകാര്യ വ്യക്തികൾക്കാണ് ഇത് ചെയ്തു കൊടുത്തിരിക്കുന്നത്. അതേസമയം ഈ കോളനിക്കാർക്ക് ഈ ഉന്നതിയിലുള്ള ഒരാൾക്കും റോഡ് സൗകര്യം ഇല്ല. പക്ഷേ ഈ തൊഴിലുറപ്പിനൊക്കെ ഇറങ്ങുന്നത് ഈ ഉന്നതിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അത്രയും തൊഴിൽ ദിനങ്ങൾ ഇവർ എടുക്കുന്നതോടൊപ്പം അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതാണ് സ്വകാര്യ വ്യക്തികൾക്ക് ചെയ്തു കൊടുക്കുന്നത്. ഈ ഉപകാരം അവർക്ക് മാത്രമേ ഉള്ളൂ. അതോ നല്ല മുതലാളിമാർ എന്തെന്ന് പറഞ്ഞാൽ നല്ല കഴിവുള്ള ആൾക്കാർക്കുള്ള ഇതാണ് ഇത്. വെള്ളോണ്ട പഞ്ചായത്ത് മിക്കവാറും ഉന്നതികളിലും ഇതേ അവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. സ്വകാര്യകൾക്ക് നല്ല വ്യക്തമായിട്ട് കോളനിയുടെ പേരും പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ആ മെറ്റീരിയൽ കോസ്റ്റ് ചെയ്യുന്നത്. ഇതേപോലെ അനുഭവം ഞങ്ങളുടെ വെള്ളോണ്ട പഞ്ചായത്ത് തന്നെ 24-ാം വാർഡിലും പല സ്ഥലങ്ങളിലും അതുണ്ട്.